നബിതങ്ങൾ പറയാണ്, എന്നെ നീ സിറാത്ത് പാലത്തിന്റെ അടുത്ത് നോക്കണേ, ഞാൻ അവിടെയുണ്ട്. ഏതാണ് ആ സ്ഥലം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബത്തിഹി വ ബനീഹി. ബാപ്പ മകനെ കാണുമ്പോഴും മകൻ ബാപ്പയെ കാണുമ്പോഴും ഉമ്മ മക്കളെ കാണുമ്പോഴും സുഹൃത്തുക്കളെ കാണുമ്പോഴും ഓടി ഒളിക്കും. ആരും ആരെയും ഓർക്കുകയില്ല. ലാ യദ്കുറു അഹദുൻ അഹദാ. ഒരാളും ഒരാളെയും ഓർക്കാത്ത സമയത്ത് ബാപ്പയും ഉമ്മയും ഒക്കെ നമ്മളെ ഓർക്കുന്നത് സിറാത്ത് പാലം കടന്നതിന് ശേഷമാണ്. ഹബീബായ നബി തങ്ങൾ നമ്മളെ കാത്തു നിൽക്കുകയാണ് സിറാത്ത് പാലത്തിന്റെ അവിടെ. എന്റെ ഉമ്മത്ത് ഇതിലേക്ക് വീഴുന്നുണ്ടോ? ഞാൻ അവരെ പിടിച്ച് രക്ഷപ്പെടുത്തേണ്ടതുണ്ടോ? ഈ സ്വഹാബിയോട് നബി തങ്ങൾ പറയാണ്, നീ എന്നെ സിറാത്ത് പാലത്തിന്റെ അടുത്ത് നോക്കിയാൽ മതി, അവിടെ ഞാൻ ഉണ്ടാകും. അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന നബിയുടെ മദ്ഹ് പറയണോ പറയണ്ടേ എന്നുള്ള ചർച്ച തന്നെ ബാലിശമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളൊരു ഗിഫ്റ്റ് തന്നു, ആ ഗിഫ്റ്റ് നമ്മൾ ഓർക്കും, അതിനെ കുറിച്ച് എപ്പോഴും പറയും. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന ഗിഫ്റ്റ് എന്താണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ബിഹിം റസൂലാ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ഹബീബായ നബി തങ്ങളെ നമുക്ക് തന്നു എന്നുള്ളതാണ്. ഇനി ആ ഗിഫ്റ്റ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്റെ ഗിഫ്റ്റ്, ഞാൻ നിങ്ങൾക്ക് തന്ന നിഅമത്ത്, അത് നിങ്ങൾ പറയണം, പാടണം, ഓർക്കണം. അതാദ്യം അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്? മുൻകഴിഞ്ഞ ഒരു സമുദായത്തിന് ആദം നബി മുതൽ അവസാനം വന്ന ഈസ നബി അലൈഹിസ്സലാമിന് വരെ ഒരൊറ്റ ബാങ്കില്ല, അല്ലെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ബാങ്കില്ല. എന്നാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് അല്ലാഹുവിന്റെ പേര് കരിമത്ത് പറഞ്ഞ ഉടനെ തന്നെ മുത്ത് നബിയെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിന്റെ ഇന്ന് നമ്മൾ പറയുമ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു നമുക്കത് പറഞ്ഞ് കാണിച്ചു തന്നു. അത്തഹിയാത്തിലും നിസ്കാരത്തിലും സ്വലാത്തിലും ദുആഇന്റെ മുമ്പും ശേഷവും ഒക്കെ. പിന്നെ ആരെങ്കിലും ബാലിശമായ വാക്കുകൾ കേട്ട്, ഈമാനില്ലാത്ത ആളുകളുടെ വാക്കുകൾ കേട്ട് ഇത്തരം പരിപാടികൾ നമ്മൾ മാറി നിൽക്കുമ്പോ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, തൗഫീഖ് ഇല്ല. എന്താ തൗഫീഖ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ദുആഇക്കുമ്പോ പറയുന്ന ഒരു വാക്കാണ് തൗഫീഖ്. തൗജീഹുൽ അസ്ബാബ് നഹ്വൽ ഖൈറിൽ മത്ലൂബ്. ഹൈറായ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം, അതിനാ തൗഫീഖ് അറിയാ. ഓണത്തിന്റെ പരിപാടിക്കാണോ നമ്മൾ പങ്കെടുത്തത്? അതിനാണോ നമ്മൾ പെൺകുട്ടികളെ വിട്ടത്? മഗ്‌രിബിന്റെ ശേഷം പെൺകുട്ടികളെ പരിപാടിയിലേക്ക് വിട്ട രക്ഷിതാക്കളുണ്ട്. എന്താണ് അവരുടെ ധാരണ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഞാൻ വിഷയം മാറ്റി സംസാരിക്കൽ അവസാനിപ്പിക്കും. ഇദാ ഖർജത്തിൽ മർഅതു ഫസ്തശ്റഫഹ ശൈത്വാൻ. ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ പിശാച് ബാക്കിൽ വരും. ഞാനത് പറയുമ്പോ എന്റെ ഉസ്താദിന്റെ ഒരു ശൈലിയായി പോകണ്ട, ഞാനത് പറയാത്തത്. മറ്റൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ പിശാച മറ്റുള്ള ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കും. എന്നിട്ട് മഗ്‌രിബിന്റെ ശേഷം പറഞ്ഞേക്കുക പരിപാടിക്ക്. എന്നാ ഒരു മൗലദിനോ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ ഒരു പാട്ട് പാടാൻ വേണ്ടി ഒരു കുട്ടിക്ക് ചായ വാങ്ങി കൊടുത്തിരുന്നു ഹൈദരാബാദിന്റെ പിടിയിൽ. സ്വാഗതഗാനം ഉഷാറായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ കുട്ടിയൊക്കെ ഒന്ന് പാടടാന്ന് പറഞ്ഞ് ഓനെ അടിച്ചാതെ ഓനെ പാടിപ്പിക്കാൻ വേണ്ടി എനിക്ക് ചായ വാങ്ങിത്തരാ പറഞ്ഞു കണ്ട്. അത്രയും ഇടങ്ങാറായിട്ട് കുട്ടികളെ നമ്മൾ നീ കൊണ്ടുവരണേ. എന്നാ ഓണത്തിനോ ഒരു പറക്കും, ഒരെത്തും, ഒരു വടം വരിച്ചും, ഒരു ചാടിക്കളിച്ചും. എന്തുകൊണ്ടാണ്? ദീനീയായ രീതിയിൽ കുട്ടികളെ ശരിക്ക് വളർത്തിക്കോളി, അല്ലെങ്കിൽ നമ്മൾ പെടും. കാരണം നമുക്കിതൊക്കെ ഒരു ചിരിയും കളിയാണ്. ഈ സ്വർഗം നിറകം എന്നൊക്കെ പറയുമ്പോഴേ പണ്ട് ഒറ്റ കഥ. പണ്ട് രണ്ടാൾക്കാർ ചൂണ്ടലിടാൻ പോയി. ചൂണ്ടലിട്ടപ്പോ ഒരു മീൻകുട്ടി ഇങ്ങനെ കൊത്താൻ വേണ്ടി പോയപ്പോ തള്ളമീൻ പറഞ്ഞ് മനെ അത് കൊത്തല്ലേ, അത് കൊത്തിയാൽ എണ്ണിനെ പിടിച്ചു. എന്നിട്ടോ കരി കൊണ്ടേങ്ങാണ്ടേ കീറിയാണ്ട് പള്ള കീറും. ചിലന്മാരാണെങ്കിൽ പള്ള നടുക്ക് ബാറ്റിനെങ്ങാണ്ട് മുളകും മല്ലിയൊക്കെ തേക്കും. അപ്പൊ ഈ കുട്ടിയാണ് എത്താൻ മങ്ങൾ ഈ പറയണത്. അങ്ങനെ കണ്ടോ ഈ പോയന്റെ മേലെ പിന്നെ ഒരു തിജ്ജോ പൊരിച്ച് ചട്ടിയോ എന്തൊക്കെ നിങ്ങൾ ഈ പറയണത്? ഈ കുട്ടി അത് കേട്ടില്ല. കുറെ വട്ടം ആ അമ്മക്ക് പൂർവികരായ മീൻ്റെ എന്തുണ്ട് വിവരങ്ങളുണ്ട്. അത് കേട്ടിട്ട് കേൾക്കണ്ട. കുട്ടി കേട്ടതേ അല്ല. കുട്ടി പോയി കൊത്തി. എന്താ ഉണ്ടാകുക?
ഈ പറഞ്ഞ നരകവും തിജും ചട്ടിയും ഒക്കെ കാണും. ഇതേപോലെ നമ്മള് കുട്ടികളോട് നരകം ഉണ്ടാകുമ്പോ അതൊക്കെ എന്തു സ്ഥാനം നരകോ അവിടുന്ന് പല തിരിച്ചെന്ന് ഒരൊറ്റ കണ്ണിന്റെ അണ്ട് അടഞ്ഞു കഴിഞ്ഞാല് ആ പരിപാടി തുടങ്ങും. ആഹ്റം തന്നെ സ്റ്റാർട്ടിങ് ഇടുന്ന കണ്ണടക്കലോടി മനുഷ്യന്റെ ആഹ്റം തുടങ്ങി. അവിടെയും നമുക്ക് വരാനുള്ളത് ഒറ്റൊരാള് മാത്രമാണ്. ഉപ്പയും ഉമ്മയും എല്ലാവരും വരും കബറിങ്ങ് വന്നിട്ട് ദ്വാരക്കും ഒരു പിരിഞ്ഞു പോകും. നമ്മൾ പിരിഞ്ഞു പോകുമ്പോ നമ്മളപ്പാന്റെ ചെരുപ്പിന്റെ പാറിന്റെ ആ കാലുമായി ഇങ്ങനെ തട്ടണ ഒച്ച കേൾക്കും. നമ്മള് അത്ര ഓർമ്മ നമുക്ക് കബറിലുണ്ട്. തിരിഞ്ഞു മറിഞ്ഞ് ഓടാൻ കഴിയില്ല. ആ കബറിലേക്ക് ആദ്യമായി വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൻ റാവജക യസ്അദ് യാ കരീമൽ വാലിദൈനി. ഹബീബായ നബി തങ്ങളെ ഒരാൾ കണ്ടാൽ മൻ റാ വജ്ഹക യസ്അദ്, ഹബീബായ നബി തങ്ങളെ ഒരാൾ ഈമാനോടുകൂടി കണ്ടാൽ യസ്അദ് അവൻ വിജയിച്ചു പോയി. യാ കരീമൽ വാലിദൈനി ഹൗലുക സ്വാഫിൽ മുബറദ് ബിർദുനാ യൗമൻ നുശൂരി. ഹബീബായ നബി തങ്ങളിൽ നിന്നാണ് ഹൗദുൽ കൗസർ നമുക്ക് ലഭിക്കാനുള്ളത്. ആ പാട്ടിന്റെ അർത്ഥം ഒരുപാടുണ്ട്, അക്ഷരമൊക്കെ ഒരുപാട് പാടി പറയാനുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഖബറിൽ നമ്മൾക്ക് നബിയെ മുഅ്മിനായിട്ടൊരു മനുഷ്യൻ കാണലോടുകൂടി തന്നെ അത് അവൻ വിജയിച്ചു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ദഫ് കളിച്ച കുട്ടികൾ, നല്ല നല്ല പാട്ടുകൾ, ഹബീബായ നബി തങ്ങളെ തൃക്കല്യാണത്തിനെ പറ്റി പറഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല ആ കല്യാണത്തിൽ സ്വർഗത്തിൽ കൂടാൻ ആ കുട്ടികൾക്കും നമുക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ കുട്ടികളൊക്കെ നോക്കുമ്പോൾ നല്ല വിയർത്ത് കുട്ടികളാകെ ഇടങ്ങേറായിക്കണ്. അപ്പൊ കുട്ടികളെ ദഫിനെ പറ്റിയോ ഓലെ പാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ നിങ്ങൾ ആരൊരു കുറ്റം പറയണം. കുട്ടികളവിടെ വരും, ഒരു പാടും, ചിലപ്പോൾ പാടാതെ പോകും. അതൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് അതിന്റെ പുണ്യം തേടുക എന്ന് മാത്രമാണ്. കുട്ടികളെ വീട്ടിൽ പോയിട്ട് എന്താക്കരുത്, എന്റെ പാട്ട് പോയിക്ക് നിർത്തിയാണ് കളിയാക്കരുത്. അല്ലാഹു തആല നമ്മളെ മക്കളെയും നമ്മളെയും ഒക്കെ സ്വാലിഹീങ്ങളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു തരട്ടെ. വീണ്ടും ഈ പരിപാടി ഗംഭീരമായ വിജയമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച നമ്മൾ അബ്ബാസ് ഉസ്താദ്, ഉണ്ടാക്ക ഹുമൈസ്, അതുപോലെ കുട്ടിമാക്ക എല്ലാവരും ഒരാളെ പേര് വിട്ട് വിചാരിച്ചും കണ്ട് പിന്നെ അത് ഇവിടെ അങ്ങനെ പറയാൻ നിൽക്കരുത്. ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്ക് തഖ്വയാണ്. അത്തഖ്വ ഹാഹുന തഖ്വല്ലില്ലാഹി മദാറു കുല്ലി സഅദതി വത്തിബാഉ അഹ്വാറസു ശർരിഹ ബായിലാ. ഏതൊരു നല്ല കാര്യത്തിന്റെയും മാനദണ്ഡം തഖ്വയാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ പരിപാടിയിൽ പങ്കെടുത്തത്? നോട്ടീസിൽ പേരില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവൂല, എനിക്ക് സ്വാഗതം പറഞ്ഞതോ പ്രശ്നം ഉണ്ടാവൂല. കാരണം ഞാൻ ₹1 കൊടുത്തത് എന്റെ ഹബീബായ നബി തങ്ങളെ പരിപാടിക്ക് വേണ്ടിയാണ്. അപ്പൊ ഇതിൽ നമുക്ക് എല്ലാവരുടെ പേരും ഇവിടെ വായിക്കാൻ കഴിയില്ല. അല്ലാഹു തആല എല്ലാവർക്കും ഹൈർ ചെയ്യട്ടെ. ഹബീബായ നബി തങ്ങളുടെ ആ സ്വർഗത്തിലേക്ക് 120 വരിയാണ്. അത് 80 വരി മുത്തുനബി തങ്ങളെ ഉമ്മത്തിന്റെ വരിയ. നമ്മളെ റാലി എന്താണ്? റാലി ആ റാലി പോയതുപോലെ തന്നെ ഹബീബായ നബി തങ്ങളെ ബേക്കറി നമുക്ക് പോകാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.